നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഞാൻ ദൈവമക്കളോടൊരു വാക്ക് പറയുകയാണ്. സുവിശേഷയോഗം നമ്മളാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് ദേശത്തിന് വേണ്ടിയുള്ളതാണ്, ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ യേശു ക്രിസ്തുവിനെ നമുക്കൊരുമിച്ച് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ വചനം പ്രസംഗിക്കുന്ന ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇനിയുള്ള കാലമെങ്കിലും സുവിശേഷ യോഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ തീരുമാനിച്ചു. എനിക്കത് വളരെ ഇഷ്ടമായി തോന്നി. അതുകൊണ്ട് സുവിശേഷത്താൽ വീണ്ടും ജനിച്ച വിശുദ്ധന്മാർ ഒരുമിച്ചാണ് ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കേണ്ടതിന് തലങ്ങളെ ഒന്ന് കണക്കാം. എനിക്കറിയാം മണച്ചമ്പാസുടെ ദർശനത്തെക്കുറിച്ച്. കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു പ്രാദേശിക സഭ രൂപപ്പെടുത്തിയ അനുഗ്രഹീതനായ ഒരു ദേവദാസൻ, അത്ര മനോഹരമായ സ്ഥാപനം പണിതൊരു ദേവദാസൻ. അദ്ദേഹത്തിന്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നയാളാണ് പാസ്റ്റർ റോയി. നിശ്ചയമായും തോന്നിയാമല ദേശത്തെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഈ പ്രാവശ്യത്തെ യോഗം ഒരു മറക്കാനാവാത്ത ആത്മീയ അനുഭവം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയരെ, കാലം ഒരുപാടൊന്നും ഇനി നമ്മുടെ മുൻപിലില്ല. നമ്മളെ രക്ഷിച്ച കർത്താവിനെ, നമ്മുടെ രക്ഷകനെ നമ്മൾ ഈ ദേശത്ത് ഉയർത്താൻ പോകുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായി വചനം കേൾക്കുന്ന ദേശം, വചനം പ്രസംഗിക്കുന്ന ദേശം, എന്നാൽ യഥാർത്ഥ രക്ഷകനിലേക്കോ യഥാർത്ഥ രക്ഷയിലേക്കോ ആത്മാക്കൾ വരാതിരിക്കേണ്ടതിന് ജനത്തിന്റെ മേലാധിപത്യം സ്ഥാപിച്ച് വാഴുന്ന ഈ ദേശത്തിന്റെ അധിപതിയുടെ മേൽ വചനത്താലും രക്തത്താലും ആത്മാവിനാലും ജയം പ്രഖ്യാപിക്കാൻ നിയോഗമുള്ള വിശുദ്ധന്മാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അധരങ്ങൾ ചലിപ്പിക്കട്ടെ. ഇതൊരാത്മയുദ്ധമാണ്. ദൈവവചനത്തിന്റെ പ്രകാശനം ഹൃദയങ്ങളിൽ വെളിപ്പെടുന്നതിനെ തടഞ്ഞ് വ്യാപരിക്കുന്ന പോരുകളുടെ മേൽ ഈ രാത്രി ജയം പ്രഖ്യാപിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അധരങ്ങൾ ചലിപ്പിച്ചാട്ട്. കാണത്തക്കവണ്ണമുള്ള ഒരായുധവും യഹൂദന്മാരുടെ കയ്യിൽ ഇല്ലാതിരിക്കെ ആർപ്പിടേണ്ടതിന് അധരം തുറന്ന ജനത്തിന്റെ മുൻപിൽ യെരിഹോ മതിൽ തകർന്നതൊരു ചരിത്ര സത്യമാണെങ്കിൽ, ജനത്തെ തടഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന സകല മതിലുകളും തകരേണ്ടതിന് ആധരങ്ങൾ തുറക്കട്ടെ ദൈവമക്കൾ. ആർപ്പുവിളി ഉയരട്ടെ. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്ന വചനം പോലെ ആധരങ്ങൾ ചലിപ്പിച്ച് എല്ലാവരും ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.
പരിശുദ്ധ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്തൃ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഇവിടെ വരുന്നതിന് മുൻപ് 2-3 പേർ മാത്രം ഇവിടെ വന്നപ്പോൾ അങ്ങിവിടെ വന്നതാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. നിന്റെ ദയയും നിന്റെ വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരേണ്ടതിനാണ്. ഈ ദേശം രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. ഈ ദേശവാസികൾ രക്ഷകനെ അറിയേണ്ടതിനാണ്. ഈ ദേശവാസികളുടെ കുടുംബങ്ങളിൽ രക്ഷയുടെ സന്തോഷം ഉണ്ടാകേണ്ടതിനാണ്. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിപ്പാൻ കൃപ നൽകണമേ. കോമ്പൗണ്ടിന് ചുറ്റും ദൈവദൂതന്മാരുടെ അകമ്പടി ഉള്ളതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ മേലധ്യക്ഷനെന്ന് വിളിക്കുന്ന, വിശേഷിപ്പിക്കുന്ന ശ്ലീഹന്മാരിൽ പ്രധാനിയായ ശ്ലീഹ പത്രോസ് അസന്നിഗ്ധമായി, ആധികാരികമായി ഇങ്ങനെ ഒരു വസ്തുത ഓർപ്പിച്ചതിന്റെ പശ്ചാത്തലം പറയേണ്ടത് ഒരാവശ്യമായിരുന്നു. പക്ഷേ ഞാൻ ഈ വാക്യത്തിന്റെ പശ്ചാത്തല വിശകലനത്തിലേക്കോ വിശദീകരണത്തിലേക്കോ കടക്കുന്നില്ല. ഇന്ന് രാത്രി തന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ദേശത്തോട് ഞാൻ ഉറക്കെ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഈ വാക്യത്തെ, ഈ വാചകത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ശ്രദ്ധിക്കണം. 1, മറ്റൊരിടത്തും രക്ഷയില്ല. 2, മറ്റൊന്നിലും രക്ഷയില്ല. 3, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ ഇതിനിടയ്ക്ക് സന്ദേശത്തിലേക്ക് ഇനി കയറുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടെ ഞാൻ ദൈവമക്കളോട് പറയുകയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ കുറിവാക്യം ഈ ജില്ലയോടും കൂടെയുള്ള ദൂത. ഹല്ലേലൂയ. ഈ ജില്ലയുടെ ആധ്യാത്മിക സംസ്കാരം, ആധ്യാത്മിക പശ്ചാത്തലം നന്നായി അറിയാവുന്ന ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ കാഴ്ചക്കാരെ പോലെ, കേൾവിക്കാരെ പോലെ ഇരിക്കാൻ പാടുള്ളതല്ല. നമുക്കുറക്കെ പറയാം, ഇന്ന് രാത്രി മറ്റൊരുത്തരിലും രക്ഷയില്ല. സ്തോത്രം. ഇതിന്റെ 1-ാം ഭാഗം, മറ്റൊരിടത്തും രക്ഷയില്ല. ഈ ആശയം ഒന്ന് സമർത്ഥിക്കേണ്ടതിന്, തെളിയിക്കേണ്ടതിന് വേദഭാഗങ്ങൾ വായിക്കാതെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു പഴയ നിയമ ചിന്തയിലേക്ക് നിങ്ങൾ വരണം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ
ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. ദൈവം അവനെ മോവാബ് ദേശത്ത് ബാത്തയോരിനടുത്ത് അടക്കി. പിന്നെ പറഞ്ഞിരിക്കുന്ന വാക്ക് വേദപുസ്തകം വായിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അവന്റെ ശവക്കുഴി. അടുത്ത വാചകം എന്താ? ആരും അറിയുന്നില്ല. ഈ വാചകം ശ്രദ്ധിക്കണം. മോശയെ ദൈവമാണ് അടക്കിയത്. ചരിത്രത്തിൽ അതിനു മുൻപോ അതിന് പിൻപോ നടന്നിട്ടില്ലാത്ത ഒരു ശവസംസ്കാര ശുശ്രൂഷയാണ് നമ്മളവിടെ കാണുന്നത്. ദൈവം അടക്കി. പോട്ടെ, ദൈവം നേരിട്ടൊരു ശവസംസ്കാര ശുശ്രൂഷ നടത്തി എന്നുള്ളതിനേക്കാൾ അവിടെ ഒരല്പം ആശങ്ക ജനിപ്പിക്കുന്ന സംഗതി ആ ശവക്കുഴി അഥവാ മോശയുടെ കല്ലറ ദൈവം തമ്പുരാനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. Praise the Lord. ഒന്നുകൂടൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. മുൻവിധി കൂടാതെ ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ മോശയെ ദൈവം അടക്കി എന്നുള്ള ഭാഗം ഞാൻ ചിന്തിച്ചപ്പോ അതൊരു ശരിക്കും പറയാം ഈ ശവസംസ്കാര ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ വിളിച്ചാൽ ഞങ്ങൾ എറണാകുളം ഭാഗത്തൊക്കെ ആണെങ്കിൽ കുഴി എടുക്കാൻ തന്നെ പ്രത്യേകിച്ച് ആളുണ്ട്. അതൊരു തൊഴിലിന്റെ ഭാഗമാണ്. അപ്പോ ഒരു മനുഷ്യനെ കുഴിച്ചു മൂടാനുള്ള കുഴി അങ്ങനെയാണെങ്കിൽ അതാരെടുത്തു? ദൈവം അടക്കി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മോശയുടെ ശവക്കല്ലറ അല്ലെങ്കിൽ ആ കുഴി വേറെ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുഴി എടുത്തതും അടക്കിയതും ഒക്കെ തമ്പുരാൻ തന്നെയാണ്. സ്തോത്രം. ഞാൻ അതിനകത്ത് ഒരു ചിന്ത പറയാം. ഒരു പുരുഷായുസ് മുഴുവൻ മരുഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഓടിയ ദൈവദാസന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ദൈവം നൽകിയത്. അധ്വാനിക്കുന്നതറിഞ്ഞ് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഒരംഗീകാരം നാം അർഹിക്കുന്ന മേഖലകളിൽ നിന്ന് ലഭിക്കാതെ പോയാലും ഈ മഹത്വമുള്ള വേലയ്ക്ക് വിളിച്ചിറക്കിയവൻ നമ്മെ അംഗീകരിക്കുന്നവനും ആദരിക്കുന്നവനുമാണെന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നൊരു സത്യമാണ്. അത് തൊഴിലിന്റെ ഒരു തൊഴിൽ ദൈവം തന്നെ അങ്ങനെ ഒരു തൊഴിൽ ചെയ്തു. പുതിയ നിയമത്തിൽ ഞാനിതുപോലെ അത്ഭുതത്തോടെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. രാത്രി മുഴുവൻ ശിഷ്യന്മാര് മീൻ പിടിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അവർ കരക്കിറങ്ങിയപ്പോൾ തീക്കനലും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കടലിൽ ശിഷ്യന്മാര് മീൻ പിടിച്ചിട്ട് മീൻ കിട്ടിയില്ല. അവര് കരക്കിറങ്ങിയപ്പോൾ കനലെ മീനിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളി. അങ്ങനെയാണ് ഈ മീൻ പിടിച്ചതാര്? ഈ മീൻ വെട്ടി കഴുകിയതാര്? ഈ മീൻ ഫ്രൈ ചെയ്തതാര്? അത്യാവശ്യം മീൻപിടുത്തവും കർത്താവ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ചിലതിനെ മൂടാൻ കുഴിയെടുക്കേണ്ടി വന്നാൽ അവൻ നേരിട്ട് കുഴിയെടുക്കും. അപ്പോ കുഴിയെടുത്തിട്ടുണ്ട്, മീൻ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. പോട്ടെ, നമ്മളെ ഇവിടെ നോക്കേണ്ട കാര്യം ചരിത്ര
ചരിത്രത്തിൽ അതിനു മുൻപോ അതിന് പിൻപോ ദൈവം ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ദൈവം ചെയ്യുകയാണ്. മോശയെ ദൈവം അടക്കി എന്നുള്ളതല്ല, ആ കല്ലറ ആരും കാണാൻ ദൈവം ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോവാം. മോശയുടെ കല്ലറ ആരും കാണാതെ ചരിത്രത്തിലെ മണ്ണിൽ ദൈവം മറച്ചതെന്തുകൊണ്ട്? അതിനുത്തരം വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനൊരു ഭാഗമുണ്ട്. മോശ കൽപ്പന പ്രാപിക്കേണ്ടതിന് പർവ്വതത്തിലേക്ക് കയറിപ്പോയി. മോശയുടെ ആ സാന്നിധ്യത്തിൽ ഇസ്രായേൽ മക്കൾ ജ്യേഷ്ഠൻ അഹരോനോട് ആവശ്യപ്പെടുന്ന ഒരു വസ്തുത പുസ്തകം അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും. ഇസ്രായേൽ മക്കൾ അഹരോനോട് പറയുകയാണ്, കാരണം മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ജനം പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പഴയ നിയമ ഇസ്രായേൽ സഭ ഒരു ലീഡറിനോട്, ഒരു നേതാവിനോട്, അല്ലെങ്കിൽ അന്നത്തെ സഭാധ്യക്ഷന്റെ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം? ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നാണ്. എപ്പോൾ? മോശ മുമ്പിൽ നിന്ന് പോയപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതിനോടാക്കണം ഇസ്രായേൽ സഭ മോശയെ ദൈവമായി കണ്ടു തുടങ്ങി. മോശയെ ദൈവമായി കണ്ടു തുടങ്ങിയത് കൊണ്ടാണല്ലോ മോശ സീനായി മലയിലേക്ക് കയറിപ്പോയപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് ജനം ആവശ്യപ്പെട്ടത്. മനുഷ്യനെ ദൈവമായി കാണുന്ന സംസ്കാരം ഉത്ഭവിച്ചതും ഉടലെടുത്തതും ആദ്യത്തെ സഭയിലാണ്. പഴയ നിയമസഭയിൽ, ഇസ്രായേൽ സഭയിൽ മനുഷ്യ ദൈവങ്ങളുടെ ആവിർഭാവം നമ്മൾ അവിടെ മുതൽ കാണുന്നു. സത്യദൈവത്തെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ വിശുദ്ധന്മാർ ഈ കാലഘട്ടത്തിൽ മൗനമായിരുന്നുകൂടാ. ക്രൈസ്തവ സഭയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് നിങ്ങൾ കുറിച്ചു വെച്ചോ, വരും നാളുകളിൽ രക്തസാക്ഷികൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. നമുക്കറിയാവുന്ന സത്യം, നാം അനുഭവിക്കുന്ന സത്യം, നമുക്ക് ലഭിച്ച രക്ഷ, നമ്മുടെ രക്ഷകൻ അതാരാണെന്ന് വ്യക്തമാക്കാനുള്ള തന്റെ പുതിയ നിയമസഭയ്ക്കുണ്ടാവണം. അല്ല, നമ്മൾ ഈ ആളുകളെല്ലാം കൂടെ കൂട്ടിവരുത്തി ജനത്തെ സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും കളിപ്പിച്ചും നല്ല എന്താ പറയുക, അങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങളിൽ ചിലവഴിക്കുന്ന കാശിന്റെ കണക്ക് നമ്മൾ പറയേണ്ടി വരും. വിശ്വസിക്കാൻ കഴിയുമോ? തോന്നിയ മല ദേശം വിടുവിക്കപ്പെടാൻ സമയമായെന്നും പിടിക്കപ്പെടാൻ സമയമായെന്നും യഥാർത്ഥ രക്ഷാ കേന്ദ്രത്തിലേക്ക് ജനം ഓടിക്കൂടാൻ നേരമായെന്നും വിശ്വസിക്കാൻ കഴിയുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ആധാരങ്ങൾ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
മോശയെ ജനം ദൈവമായി കണ്ടു തുടങ്ങി. ഞാൻ ചിന്തിക്കുന്നത് ഈ ആവശ്യം, ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നുള്ള ആവശ്യം ജനം മോശയോട് പറയുമ്പോൾ, സീനായി പർവ്വതത്തിൽ ദൈവം ചെത്തിയുണ്ടാക്കിയ കൽപ്പലകയിൽ തമ്പുരാൻ ഒന്നാമത്തെ കൽപ്പന എഴുതുകയാണ്: ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ മോശയെ ദൈവമായി കണ്ട ജനത്തിന്റെ മുൻപിൽ നടക്കാൻ ഒരു ദൈവത്തെ അഹരോൻ പണിയുന്ന തിരക്കിലാണ്. ഞാൻ കരുതുന്നു സ്വർഗത്തിലെ ദൈവം ആദ്യ കൽപ്പന കുറിച്ചപ്പോൾ തന്നെ മനസ്സിൽ മറ്റൊന്ന് കുറിച്ചു. അവന്റെ മനസ്സറിഞ്ഞവൻ ആര്? അങ്ങനെ ഒരു വാക്യമുണ്ട് തിരുവഴുത്തിൽ. അവന് മന്ത്രിയായിരുന്നവനാണ്. എന്റെ ദൈവം തന്റെ മനസ്സിൽ ഒന്ന് കുറിച്ചു. അത് മറ്റൊന്നുമായിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മോശയുടെ കല്ലറ ജനം കണ്ട, ഈ മോശയുടെ കല്ലറ ഇസ്രായേൽ സഭ കണ്ട, നിങ്ങൾ മോശയെ ഇസ്രായേൽ സഭ ദൈവമായിട്ടാണ് കാണുന്നതെങ്കിൽ മോശയുടെ കല്ലറ ഈ സഭ കണ്ട വെറുതെ വിടൂ? പ്രൈസ് ദി ലോർഡ്. അവരടങ്ങിയിരിക്കുവോ? കാരണം അവരുടെ കാഴ്ചപ്പാടിൽ മോശ അസാധാരണ മനുഷ്യനാണ്. വഴി നീട്ടിയാൽ കടലിൽ വഴി ഉറപ്പാണ്. വഴി നീട്ടിയാൽ വഴി ഉറപ്പാണ്. പിന്നെ ഒരു വഴി വെട്ടി കയ്പ് വെള്ളത്തിലിട്ടാൽ കുടിക്കാൻ സ്ക്വാഷ് ഉറപ്പാണ്. ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ ഇസ്രായേൽ സഭയുടെ മേലധ്യക്ഷൻ വടി കൊണ്ട് വിരുത് കാണിക്കുന്നയാളാണ്. അത്ഭുത സിദ്ധിയുള്ള ലീഡർ, മഹാനായ നേതാവ്. പിന്നെ അറിയാമല്ലോ, പാറയ്ക്കിട്ടടിച്ചാൽ പിന്നെ പുതിയ ജലസേചന പദ്ധതിയാണ്. ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക്, മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പുറപ്പെട്ടതും മോശ പാറയെ വടി കൊണ്ടടിച്ചപ്പെടാം. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടിൽ ആഹാരമില്ലാതെ വിഷമിച്ചപ്പോൾ, വെള്ളമില്ലാതെ വിഷമിച്ചപ്പോൾ, വഴിയില്ലാതെ വലഞ്ഞപ്പോഴൊക്കെ മോശയുടെ വടി കൊണ്ട് നടത്തിയ അഭ്യാസങ്ങൾ ഇവരെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള മോശയുടെ കല്ലറ ഇസ്രായേൽ സഭ കണ്ടാൽ, മോശയുടെ കല്ലറ പിന്നെ ലോക്കൽ കല്ലറയല്ല. ചിന്തിക്കുന്നവർ എന്നോടൊപ്പം ചിന്തിക്കണം. മോശയുടെ കല്ലറയ്ക്ക് ഇസ്രായേൽ സഭ വിശുദ്ധ കബറിടം എന്ന് പേരിടും. കാരണം അവരുടെ ദൈവമാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്, അല്ലേ? ദൈവം വിശുദ്ധനാണല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. മോശയെ ദൈവമായി കാണുന്ന ജനത്തിന്റെ മുൻപിൽ മോശയുടെ കല്ലറ ദൈവം പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ രക്ഷകൻ ആ കല്ലറയാണ്. ഈ ഇസ്രായേൽ മക്കൾ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒരു വിശേഷ ദിവസം പ്രഖ്യാപിക്കുകയും ഈ കല്ലറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുകയും രക്ഷ പ്രാപിപ്പാൻ ഈ കല്ലറ സന്ദർശനം ഒരു മാർഗമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ട തമ്പുരാൻ
കല്ലറകളെ കേന്ദ്രീകരിച്ച്, കബറിടങ്ങളെ കേന്ദ്രീകരിച്ച് കബറിട സന്ദർശനങ്ങൾ നടത്തി ആത്മശാന്തിയും ആത്മരക്ഷയും അനുഭവമാക്കാമെന്നുള്ള അബദ്ധജനീയമായ വേദപുസ്തക വിരുദ്ധമായ രക്ഷാ സന്ദേശത്തിനെതിരെ ഇന്ന് രാത്രി സത്യവചനത്തിന്റെ ദൂതിവിടെ മുഴങ്ങുന്നു. മറ്റൊരിടത്തും രക്ഷയില്ല. കല്ലറകളെ കേന്ദ്രീകരിച്ചല്ല ആത്മാക്കളുടെ രക്ഷ. കല്ലറയെ തുറന്ന് മൂന്നാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനുള്ള രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി അന്തരീക്ഷ മണ്ഡലങ്ങളിലൂടെ ഈ സന്ദേശം പാഞ്ഞു ചെല്ലുന്നത് രക്ഷയ്ക്കായി തപ്പിത്തടയുന്ന ചില കുടുംബങ്ങളിലേക്കാണ്. യഥാർത്ഥ രക്ഷകനെ ഇനിയും കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയാത്ത ആത്മാക്കളുടെ കുടുംബങ്ങളിലേക്ക് ഈ രക്ഷണീയ വചനം അതിന്റെ ശക്തിയോടെ പായുന്നു. അത് ആത്മാവിൽ കാണാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? നാം സങ്കീർത്തനത്തെ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ വചനം അയച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ഷയുടെ സന്ദേശം ഇന്ന് രാത്രി ദൈവാത്മാവ് ഇവിടുന്ന് അയക്കുന്നു, ഈ പരിസരങ്ങളിലേക്ക് അയക്കുന്നു. മറ്റൊരിടത്തും രക്ഷയില്ല എന്ന സന്ദേശം ഇന്ന് രാത്രി തന്നെ ചില കുടുംബങ്ങളെ യഥാർത്ഥ രക്ഷാ മാർഗത്തിലേക്ക് നടത്തുന്നത്, നയിക്കുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആത്മഭാരത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആത്മഭാരത്തോടെ അവരെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിക്കണം. സ്തോത്രം. എനിക്ക് ആ ഭാഗമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതാണ്. പോട്ടെ, ഞാൻ വിടുന്നു. മറ്റൊരിടത്തും രക്ഷയില്ല. 2, മറ്റൊന്നിലും രക്ഷയില്ല. ആ ആശയം ഒന്ന് വ്യക്തമാക്കാം. നമുക്കറിയാം, പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ രക്തസ്രവക്കാരിയായ സ്ത്രീ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട്, നമ്മുടെ ആ പദം അവിടെയുണ്ട്, ആരാലും സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്നൊരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. തിക്കിത്തിരക്കുന്ന പുരുഷാരത്തിന്റെ ഇടയിലൂടെ വന്ന് സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. നമ്മള് അവിടെ വായിക്കുന്നത്, യേശു ഉടനെ പുരുഷാരത്തിൽ തിരിഞ്ഞു. ഒരു ചോദ്യം, എന്റെ വസ്ത്രം തൊട്ടതാര്? ഈ ചോദ്യത്തെ ശിഷ്യന്മാര് ഉൾക്കൊണ്ടില്ല. അവർക്ക് തീരെ പിടിച്ചില്ല. കാരണം ഇത്രേ ആളുകൾ തിക്കിത്തിരക്കുമ്പോൾ ഒരാള് തൊട്ടു എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്. പക്ഷെ യേശു അതിനെ തിരുത്തി. അതല്ല, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ ശക്തി ഏതാ? രക്ഷണ്യ ശക്തിയാ. രക്ഷിക്കുന്ന ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ, തിരിച്ചേ. യേശുവിനറിയില്ലേ തൊട്ടതാരാണ്? പുതിയ നിയമം ഞാൻ പഠിച്ചിട്ട്, എന്റെ കർത്താവിനെ കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം ഈ തൊട്ട സ്ത്രീ ആരാണെന്ന് നിശ്ചയമായി യേശുവിനറിയാം. ഇല്ലേ? ഇപ്പൊ കടലിക്കൂടെ പോയ മീന്റെ വായിലിരുന്ന ചതുർദ്രഹ്മപ്പണം കരയ്ക്ക് നിന്നോണ്ട് കണ്ട കണ്ണാണ് നമ്മുടെ കർത്താവിന്റെ കണ്ണ്. അപ്പൊ കടലിൽ കിടന്ന മീന്റെ വായിലെ 4 കാശ് കാണാൻ നമ്മുടെ കർത്താവിന് കഴിയുമെങ്കിൽ യേശുവിന്റെ വസ്ത്രം തൊട്ട ആരാണ് യേശുവിന് അറിയില്ല. ഒരിക്കൽ നദലേലുമായി സംസാരിക്കുമ്പോൾ നദലേൽ യേശുവിനോട് ചോദിച്ചല്ലോ, നീ എന്നെ എവിടെ വെച്ചറിയും?
കാരണം നമ്മൾ തമ്മിൽ ഒരുമിച്ച് പരിചയപ്പെട്ടതായി ഓർക്കുന്നത്. നീ എന്നെ എവിടെ വെച്ചത്? യേശു പറഞ്ഞ മറുപടി എന്താ? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു. മയിലുകൾക്കകലെ അത്തിക്കീഴിലിരുന്ന നഥനയേലിനെ കാണാൻ എന്റെ കർത്താവിന്റെ കണ്ണുകൾക്ക് കഴിഞ്ഞെങ്കിൽ യേശുവിനറിയില്ലേ അവന്റെ വസ്ത്രം തൊട്ടതാരാണ്? നഥനയേലിനോട് പറഞ്ഞ ആ വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ നിയമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ്. നഥനയേലിന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞല്ല, നീ സാക്ഷാൽ ഇസ്രായേലി. ആ പദമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സാക്ഷാൽ പദം ബൈബിളിൽ വളരെ കുറച്ചേ ഉള്ളൂ. സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ രോഗം എന്ന് പറയുന്നത് പനിയും ചുമയുടെ കാര്യമല്ല. മനുഷ്യന്റെ സാക്ഷാൽ രോഗം എന്ന് പറയുന്നത് പാപമാണ്. ആ രോഗം വഹിച്ച കാര്യമായി യെശയ്യാ 53 എഴുതിയിരിക്കും. പക്ഷെ എനിക്കറിയില്ല, ഒരുപാട് വ്യാഖ്യാതാക്കളും പ്രസംഗകരും ഈ സാക്ഷാൽ രോഗത്തെ നമ്മുടെ പനിയും മുട്ടുവേദനയും ഒക്കെ ആയിട്ട് വ്യാഖ്യാനിച്ച് അതങ്ങ് വശം കെടുത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നില്ല. സാക്ഷാൽ രോഗം എന്ന് പറഞ്ഞ രോഗമുണ്ട്. ആരും കേട്ടിട്ടുണ്ട്? സാക്ഷാൽ രോഗം എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടെങ്കിൽ അത് പാപമാണ്. യേശു ക്രൂശിൽ വഹിച്ചതാണ്. അപ്പൊ ഈ സാക്ഷാൽ പദം, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ലാതെ യേശു പറഞ്ഞതിന്റെ അർത്ഥം ഭയങ്കര അർത്ഥമുള്ള പദം. എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നെന്നാണ് യാക്കോബ്. കാരണം യാക്കോബ് പേര് മാറ്റി പറഞ്ഞ് കുറെ കളിച്ചതാണ്. ആ നമ്പർ കൊച്ചുമോനായ നിനക്കില്ലെന്നാ യേശു പറഞ്ഞത്. നീ ഒറിജിനലാ, നീ ഒറിജിനൽ ബിലീവറാ. നീ ഉടുപ്പ് മാറ്റിയിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റുന്നവനല്ല. നീ സാക്ഷാൽ ഇസ്രായേലിലാണ്. ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ അനുഭവിച്ചറിയാൻ അവസരം ലഭിച്ചതിലും എനിക്ക് ഇന്ന് രാത്രി ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നഥനയേലിനെ മയിലുകൾക്കകലെ കണ്ടവൻ, മത്സ്യത്തിന്റെ വായിലെ ചതുർദ്രഹ്മ കണ്ടവൻ, അത്തിയുടെ മുകളിൽ മറഞ്ഞിരുന്ന സക്കായിയെ കണ്ടവൻ, അവൻ അറിയില്ലേ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതാരാണെന്ന്? നിശ്ചയമായും അറിയാം തൊങ്ങൽ തൊട്ടതാരാണ്. പക്ഷെ നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചേ. യേശു ചോദിക്കുകയാണ്, തൊട്ടതാര്? അറിയാവുന്ന ഒരു കാര്യം, യേശുവിന് അറിയാവുന്ന ഒരു കാര്യം യേശു എന്നിട്ട് ചോദിച്ചു. തൊട്ടതാരാണെന്ന് യേശുവിന് അറിയാമെങ്കിൽ യേശു എന്തിന് ചോദിച്ചു തൊട്ടതാരാണെന്ന്? ശ്രദ്ധിക്കണം. തൊട്ടതാരാണെന്ന് യേശു ചോദിച്ചതിന്റെ വചനത്തിലെ മർമ്മം ഞാനൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഇവൾ വിശ്വസിച്ചത് എന്താണെന്ന് ആ അധ്യായത്തിലുണ്ട്. ഈ സ്ത്രീയുടെ വിശ്വാസം എന്തായിരുന്നു? വിശ്വാസം യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം. ആ പദം തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ ഇവളുടെ വിശ്വാസം വസ്ത്രം തൊട്ടാൽ രക്ഷ. ഇതാ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസം അനുസരിച്ചാണ് ഇവള് വസ്ത്രം തൊട്ടത്. ഇവളുടെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വസ്ത്രം തൊട്ട ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി. അവൾ സ്വസ്ഥയായി. അപ്പൊ ഇവളുടെ വിശ്വാസം നാം അവിടെ ശ്രദ്ധിച്ചാൽ ശരിക്കും വിശ്വാസം യേശു അല്ല, യേശുവിന്റെ വസ്ത്രം. വസ്ത്രമെങ്കിലും തൊട്ടാൽ രക്ഷപ്പെടും. ഈ വസ്ത്രം തൊട്ടേച്ച് രക്ഷപ്പെട്ട സ്ത്രീ പുരുഷാരത്തി മറന്നുകഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് കൂട്ടായ്മക്കാരെ പേടിയുണ്ട്. അവൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മക്കാരെ ഇവൾക്ക് ഭയമുള്ളത് കൊണ്ടാവാം ഇവൾ പുരുഷാരത്തിൽ മറഞ്ഞത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിന് പഴയ നിയമം കൂടെ ചേർത്ത് പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞ ആശയം ബലപ്പെടും. ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന രോഗമുള്ള ഒരാൾ ആരെയും തൊടാൻ പാടില്ല.
അതാണ് യഹൂദന്റെ പ്രമാണം. യഹൂദ മതമണ്ഡലത്തിന്റെ നിയമം അനുസരിച്ച് ആ സ്ത്രീ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ നടപടി അനുസരിച്ച് അവൾ ചെയ്തത് തെറ്റാ, തൊടാൻ പാടില്ല. അപ്പൊ അവൾ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് സഭക്കാരുടെ മുമ്പിൽ അവൾ തെറ്റില്ല. പക്ഷെ സഭക്കാരോട് ചോദിച്ചു തൊടാൻ പോയാൽ ഇവൾ ആഴ്ച രക്ഷപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ കൂട്ടായ്മക്കാരറിയാതെ തിരക്കിനിടെ കൂടെ വന്ന് തൊട്ടതാണ്. തോന്നിയാമല ദേശത്ത് ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നുണ്ട്. ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിവേചിച്ച് സംസാരിക്കുക. ആർക്കും അഴിക്കാൻ പറ്റാത്ത കുരുക്കില നിന്റെ കുടുംബം ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യോഗം ദൈവാത്മാവിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോ യേശു ചോദിച്ചതിന്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇവൾ തൊട്ടേച്ച് ഒരു താങ്ക്സ് പോലും പറയാൻ നിന്നില്ല. നമ്മുടെ നാടും ഭാഷ പറഞ്ഞ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഇത്രയെങ്കിലും പറഞ്ഞേച്ചു എന്നെ പോകാം. ഇതൊന്നും പറയാതെ കിട്ടിയ ലക്ഷ്യം കൊണ്ട് കാഴ്ച മുങ്ങി. കർത്താവ് അപ്പോഴേ തിരിഞ്ഞു. കാരണം അവൾ അങ്ങനെ പോയാൽ അവൾ പുതിയ സഭയുണ്ടാക്കും. ഒരു സംശയം വേണ്ടത് അവളൊരു ധ്യാനയോഗം തുടങ്ങുമെന്ന് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവള് പറയുന്നത് ശരിയോ? അവളുടെ അനുഭവമാണ് അവൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ആ തുണിയായിരുന്നു ഒട്ടവേ ഉണ്ട്. പിന്നെ ആരും കാണാതെ ആ തിരക്കിനിടയ്ക്ക് ശൗലിന്റെ വസ്ത്രാഗ്രഹം നാലിയിൽ തട്ടിയിരുന്നു പോലെ ഞാനും ആ തുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് തിരുവസ്ത്രമാണ്, അല്ലെ? കാരണം യേശുവിന്റെ വസ്ത്രം തിരുവസ്ത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന തിരുവസ്ത്രം പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് ഈ വസ്ത്രം വെച്ചിരിക്കുക. ഈ സ്ത്രീ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറ, ആള് കൂടുക? അവിടെ ആള് കൂടും. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തിയുടെ പേരിൽ പ്രാർത്ഥനയ്ക്ക് കൂടുന്നത് ആണുങ്ങൾ സംഘടിപ്പിക്കുന്ന ആമ്പിള്ളാരുടെ യോഗത്തിലല്ല. ഹല്ലേലൂയ. യഥാർത്ഥ രക്ഷകരിൽ നിന്നും, യഥാർത്ഥ രക്ഷയിൽ നിന്നും ജനത്തെ വശീകരിച്ച് നിർത്തിയിരിക്കുന്ന സ്ത്രീ ശക്തികളിൽ വ്യാപരിക്കുന്ന ഇന്ന് രാത്രി വചനത്താൽ ജയം പ്രഖ്യാപിക്കാൻ കൃപ പ്രാപിച്ചവർ തോന്നിയാമലയിലുണ്ടെങ്കിൽ ഭയം കൂടാതെ കർത്താവിനെ സ്തുതിക്കാൻ. യേശുവിന്റെ നാമത്തിൽ നീ നിനക്ക് നിന്റെ വീണ്ടെടുപ്പുകാരനെ നന്നായിട്ട് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നീ സത്യം തുറന്നു പറയാത്തത്? എന്തുകൊണ്ടാണ് നീ സത്യം തുറന്നു പറയാത്തത്? ഓ ഹല്ലേലൂയ. അപ്പൊ യേശു ചോദിച്ചത് ഇതുകൊണ്ടാണ്. ഏതുകൊണ്ട്? അവൾ യഥാർത്ഥ രക്ഷകനെയോ യഥാർത്ഥ രക്ഷാമാർഗത്തെയോ ഇവൾ അറിഞ്ഞിട്ടില്ല. ഇവൾക്ക് ആവശ്യം രോഗശാന്തിയായിരുന്നു. അതാ തുണിയെ തൊട്ടപ്പം കിട്ടി, ആ തുണി കൊണ്ട് നടക്കുക. അപ്പൊ അവൾ പറയുന്ന സുവിശേഷം എന്തായിരിക്കും? ഈശോ മശിഹായുടെയോ തന്റെ കുടുംബത്തിൽ നിന്നുള്ളവരുടെയോ ആ തിരുവസ്ത്ര ദർശനം കൊണ്ടോ തിരുവസ്ത്ര സ്പർശനം കൊണ്ടോ രക്ഷ പ്രാപിക്കാമെന്നുള്ള ഉപദേശം ഇത് പ്രബലപ്പെടുമെന്ന് എന്റെ കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് യേശു തിരിഞ്ഞിരുന്ന് ചോദിച്ചത്, തൊട്ട കക്ഷി എവിടെ? കർത്താവ് കയ്യോടെ കൈയായിട്ട് നിങ്ങളെ ഭാഗം ശ്രദ്ധിക്കാൻ അറിയാം. അവിടെ ഓടിച്ചിട്ടാണ് വിളിച്ചു, പിടിച്ച് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൾ കർത്താവിന് മഹത്വം കൊടുത്തു. എന്ന് പറഞ്ഞാൽ
ശരിക്കും മാനസാന്തരപ്പെട്ട അവിടുന്ന് പോയത്. പനിയും ചുമയും മാറുന്നതല്ല രക്ഷ. യഥാർത്ഥത്തിൽ രക്ഷകനെ നീ ആത്മാവിൽ അനുഭവിച്ചറിയണം. അതിക്രമങ്ങളുടെ മോചനമെന്ന നിന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത യഥാർത്ഥ രക്ഷകനെ തിരിച്ചറിയണം. എനിക്കതും വിശദീകരിക്കാൻ നേരമില്ല, ഞാൻ വാക്ക് ചുരുക്കുന്നു. യോഗം തീരാനുള്ള സമയം പെട്ടെന്ന് ശ്രദ്ധിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഓർപ്പിക്കുന്നു. ദൈവമക്കളുടെയും എന്റെ ശ്രോതാക്കളുടെയും ഹൃദയത്തിൽ ഇത് കയറട്ടെ. മറ്റൊന്നിലും രക്ഷയില്ല. വസ്തുമയമായ ഏതെങ്കിലും ഒന്നിനെ പ്രദർശിപ്പിച്ചോ ഏതെങ്കിലും ഒന്നിനെ സ്പർശിച്ചോ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ദൈവീകമല്ല. അത് രക്ഷാകരമായ ദൈവീക പദ്ധതിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും രക്ഷയില്ല. ഒടുവിലത്തെ ഭാഗം കൂടെ പെട്ടെന്ന് പറയുന്ന സമയമില്ലെങ്കിലും വളരെ ചുരുക്കി പറയാം. നമ്മുടെ കുറിവാക്യം മറ്റൊരുത്തരിലും രക്ഷയില്ല. സ്വതന്ത്രം. പെട്ടെന്ന് ഞാൻ ഈ ആശയം ഒന്ന് തെളിയിച്ചോട്ടെ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരിൽ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയെ പ്രാർത്ഥനയ്ക്ക് പോയി. ശരിക്കും പറയാം, എന്റെ കർത്താവ് മലയിൽ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ പുതിയ നിയമം പഠിക്കാൻ ആദ്യം മലയ്ക്ക് പോയത് എന്റെ കർത്താവാണ്. അതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റത്തില്ല കേട്ടോ. പറ്റുവാണെങ്കിൽ പോണം പ്രാർത്ഥനയ്ക്ക്. യേശു പോയി ഉയർന്ന മലയാളിയിരിക്കുന്നു. അവൻ ഉയർന്ന മലയിൽ പ്രാർത്ഥിപ്പാൻ പോയി. അപ്പൊ യേശു ഇങ്ങനെ മലയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരിൽ 3 പേരെയും കൂടെ കൊണ്ടുപോയി. അതൊക്കെ വലിയ വിഷയമാണ്. ആ മേഖല തൊടാൻ പറ്റുന്നത് നമുക്ക് തൊട്ട ഇറങ്ങി വരാൻ പാടില്ല. എല്ലാവരെയും കൊണ്ടുപോയില്ല, അത് നന്നായി. കാരണം ഈ കിടന്നുറങ്ങുന്ന 12 എണ്ണത്തിനെയും കൂടെ കൊണ്ടുപോയാൽ കർത്താവിനെ ഇറങ്ങി വരാൻ ഒരുപാട് പാടുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങുന്നവരിൽ 3 പേരെ മാത്രം. എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ച് ഒരു പ്രോഗ്രാം കർത്താവ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കണ്ടില്ല, അവിടെ കസേര ബാക്കി കിടക്കണം. ഇതാണ് ഇങ്ങനെയാണ് ദൈവദാസന്മാർക്കിലേക്കും വിഷമം തോന്നുകയുമേ. എല്ലാരും കൂടെ വന്ന് ഒരു കാര്യം നടക്കത്തില്ല. കാരണം വേദോസം പഠിക്കാൻ എല്ലാരും പോകത്തില്ലല്ലോ. നിങ്ങൾ 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരുത്തനെ എടുക്കപ്പെടും. 2 പേർ തിരികല്ലിൽ പൊളിച്ചുകൊണ്ടിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും. എടുക്കപ്പെടുന്ന കണക്ക് കർത്താവ് പറഞ്ഞിടത്തല്ല, 1. അല്ലാതെ 90 കുടുംബം പോയെന്നൊന്നും ഇല്ല. 90 കുടുംബവും പോക്കാം മിക്കവാറും. എനിക്ക് വേദപുസ്തകം വിട്ടുള്ള മെഗാ പരിപാടികൾ പലതിനോടും പൊരുത്തപ്പെടാൻ വയ്യാതിരിക്കുക ഈ അടുത്ത കാലത്തായിട്ട്. ദൈവമക്കളെ, 10 എണ്ണമേ ഉള്ളെങ്കിലും കാണണം തൊലിക്കുമ്പോ 10ഉം പോകണം. അല്ലാതെ പിറ്റേ ഞായറാഴ്ച സന്തോഷിപ്പിച്ച വാക്യം വായിച്ച ഒരെണ്ണം പിന്നെ ഏരിയയിൽ വരരുത്. അങ്ങനെ ജീവിക്കണമുള്ളത് സ്വന്തം. അല്ലെങ്കിൽ നമ്മൾ ഏറെ മേടിക്കും കേട്ടോ. സത്യം, നീ പോയില്ലേടാന്ന് ചോദിക്കണേ. അപ്പോ ആ ഭാഗത്ത് യേശു ശിഷ്യന്മാരിൽ 3 പേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. ഈ ഒത്തിരി ഇഷ്ടമുള്ള മേഖല. ഞാൻ ഇവിടെ ഒത്തിരി ചിന്തകൾ അതിനകത്തുണ്ട്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാർ 3 പേരും ഉറങ്ങി. ആകെ 4 പേരെ പ്രാർത്ഥനയ്ക്കുള്ളൂ, 3 പേര് ഉറങ്ങുന്നു. ഞാൻ ഇത് എന്റെ കർത്താവ് ഒരു ഗോസ്ബൽ ടീം തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ഗതികേടാണല്ലോ കർത്താവ് ഉണ്ടായത്. ടീം അംഗങ്ങളെ ടീമിന്റെ കൺവീനറാണ് പത്രോസ്. കൺവീനർ ഉൾപ്പെടെ ഉള്ളവർ കിടന്നുറങ്ങുകയാണ്. ആ മലയിലെ തണുത്ത കാറ്റ് ഒരു എയർ കണ്ടീഷന്റെ അന്തരീക്ഷം കൊടുത്തു കാണും അവർക്ക്. അപ്പോൾ അവരുടെ പ്രയർ കണ്ടീഷൻ പോയി. അങ്ങനെ അവരവിടെ കിടന്നുറങ്ങി. ആ യോഗം നമ്മുടെ ദൈവം തമ്പുരാനൊരു പോളിസിയുണ്ട്. യോഗത്തിനാളും കൂടിയില്ലെങ്കിലും അനുഗ്രഹം കുറയരുത്. അതുകൊണ്ടാണല്ലോ 4 പേരുള്ള ആ യോഗത്തിൽ കർത്താവ് 2 ഗസ്റ്റിനെ വിട്ടു. അറിയാമല്ലോ, ഒരാൾ ആരാ? പഴയ നിയമസഭയുടെ മേലധ്യക്ഷൻ. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ ഭാഷ പറയുന്നു. അതെ, ഇസ്രായേൽ സഭയുടെ മേധാവ് എന്ന് പറഞ്ഞാൽ ആരാ? പഴയ നിയമസഭയുടെ മേലധ്യക്ഷൻ മോശ. മറ്റൊരാള് ഏലിയാവ്. മോശയും മോശമല്ല, ഏലിയാവും മോശമല്ല. മോശ ഭൂമിയിലേക്ക് നോക്കി സ്തോത്രം ചെയ്താൽ വെള്ളം രക്തമാകും.
ഏലിയാവ് മേലോട്ട് നോക്കി സ്തോത്രം ചെയ്താൽ കുറഞ്ഞത് 3.5 വർഷത്തെ ഒരു തുള്ളി വെള്ളം താഴോട്ടില്ല. ഇതുങ്ങൾ രണ്ടും വെള്ളം കൊണ്ട് കഴിക്കാൻ കഴിവുള്ളവർ. എനിക്ക് ഇതുകൊണ്ടായിരിക്കും ഈ ദൈവദാസന്മാരെ വിഷമിപ്പിക്കരുത്, വെള്ളം കൂടി കൂട്ടുമെന്നൊക്കെ പറയുന്നു. എനിവേ അത് നമുക്ക് തുടർന്നില്ല, വിട്ടേക്കാം. എന്നാലും രണ്ടുപേരും ഭയങ്കര ഭീമ. ഈ 2 ചീഫ് ഗസ്റ്റുകളെയാണ് ദൈവം ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വിട്ടത്. പത്രോസ് ഉണർന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരോട് പ്രവാചകന്മാർ 2 പേരും ദൂത് പറഞ്ഞു. അതിന് തെളിവുണ്ട്. യെരൂശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണം സംബന്ധിച്ച് അവർ അവനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരിനോട് ആ ദൂത് പറഞ്ഞത്. അത് ദൈവമക്കൾ മറക്കണ്ട. പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലിരിക്കുന്നവരോട് ദൈവത്തിനൊരു ദൂത് പറയാൻ തോന്നിയാൽ വിദേശത്തു നാളിനെ ഇറക്കിയായാലും ആ വ്യക്തിയോട് ദൈവം ദൂത് പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രസംഗകരെക്കാൾ ദൈവത്തിന് വലുത് മുഴങ്കാലിരിക്കുന്നവരാണ്. കാരണം ഒരു പ്രസംഗകൻ തോറ്റുപോകാൻ എളുപ്പമാണ്. ഒരു പ്രസംഗകൻ നശിച്ചു പോകാൻ എളുപ്പമാണ്. കേരളക്കരയിലെ കഴിഞ്ഞ കാലത്തെ പ്രസംഗകരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ. പ്രസംഗിച്ച് നശിച്ചുപോയ പലരുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോ. പ്രാർത്ഥിച്ച് നശിച്ചുപോയ ഒരൊറ്റയാളിനെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. മുഴങ്കാലിരിക്കുന്ന ഇവിടെയുള്ള വിശുദ്ധന്മാരെ ഓർത്ത് ഈ രാത്രി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം പത്രോസ് ഉണർന്നപ്പോൾ ചെയ്ത പ്രസംഗം, പത്രോസിന്റെ പുതിയ ജീവകാരുണ്യ പദ്ധതി പത്രോസ് അവിടെ അവതരിപ്പിക്കുകയാണ്. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. പത്രോസ് പറയാം, ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയേച്ച് ആശീർവാദം പറഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ പത്രോസ് പറയാം, നാം ഇവിടെ ഇരിക്കുന്നത് അടുത്തതാ സഹിക്കാൻ വയ്യാത്ത. നമുക്ക് 3 കുടിലുണ്ടാക്കണം. കുടിൽ വ്യവസായം, ജീവകാരുണ്യ പദ്ധതി. വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുക. ആ ലെവലിലേക്ക് പത്രോസ് അത് തിരിഞ്ഞു. പക്ഷെ വീട് എന്ന് കേട്ടാൽ പുള്ളി ഞെട്ടി ഉണരും. അതാണ് പുള്ളിയുടെ ആത്മീയം. പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. എന്തായാലും നിങ്ങൾ അത് ശ്രദ്ധിക്കണം. 3 കുടിൽ. ഒരു കുടിൽ മോശയ്ക്ക്, ഒരു കുടിൽ ഏലിയാവിന്, ഒരു കുടിൽ യേശുവിന്. 3 കുടിൽ. 3 കുടിൽ ഒരുപാടുള്ള കുടില. 3 കുടിലിൽ 3 രക്ഷകന്മാരെ മലയിൽ കുടിയിരുത്താനുള്ള പുതിയ നിയമസഭയുടെ മേലധ്യക്ഷന്റെ ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലെന്ന് പറ. മോശ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനോ? അവർക്ക് ദൈവത്തെ പോലെയാ. ഏലിയാവോ? മരിച്ചവരെ വരെ ഉയർപ്പിക്കുകയാണ് ഏലിയാവ്. പ്രാർത്ഥിച്ച് യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടോ, അത്ഭുത സിദ്ധിയുള്ള പുണ്യപുരുഷന്മാരായ 3 പേരെ മലയിൽ, ഉയർന്ന മലയിൽ കുടിയിരുത്താനുള്ള പത്രോസ്ലീഹായുടെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ കുടില് പണിയാനുള്ള ശ്രമം ശ്ലീഹ പത്രോസ് മലയിൽ നടത്തുമ്പോൾ നിങ്ങൾ ആ മലയുടെ താഴ്വര വീട്ടിൽ ചെന്നൊന്ന് ശ്രദ്ധിക്കണം. ചന്ദ്രരോഗം പിടിച്ച ഒരു ചെറുക്കനെ കൊണ്ട് അവന്റെ അപ്പൻ യേശു ഇറങ്ങി വരുന്നത് കാത്തിരിക്കുക. എന്നുള്ള യഥാർത്ഥ രക്ഷകൻ പ്രാർത്ഥന കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കുമ്പോൾ രക്ഷകനെ മലയിൽ കുടിയിരുത്താനുള്ള ശ്രമം പത്രോസ്ലീഹയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന് സഹിച്ചില്ല. ദൈവം ഇടപെട്ടില്ലേ? പെട്ടെന്നൊരു മേഘം അവരെ മൂടി. കാരണം സ്വർഗം ഇടപെടും കേട്ടോ. പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്താണ്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ള ഇടത്താണ് അന്യാരാധന പ്രബലപ്പെടുന്നതെങ്കിൽ, യഥാർത്ഥ രക്ഷകരിലെ ജനത്തെ വലിച്ചിഴയ്ക്കുന്ന പ്രവണതകൾ ഉള്ളതെങ്കിൽ സ്വർഗം തുറന്ന് ഇടപെടാൻ പോവുക. ദേശത്ത് ദൈവം ഇടപെടാൻ പോകും. പത്തനംതിട്ട ജില്ലയെ ദൈവം സ്പർശിക്കാൻ പോകുന്നു. കേരളത്തെ ദൈവം തൊടാൻ പോകുന്നു. നമ്മുടെ കർത്താവ് മഹത്വപ്പെട്ടേ പറ്റൂ. നമുക്കറിയാം, ആ മേഘത്തിന്റെ മറവിൽ മോശയെയും ഏലിയാവിനെയും ദൈവം മാറ്റി.
അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവർ ചുറ്റും നോക്കിയാറേ യേശുവിനെ അല്ലാതെ മറ്റാരെയും എന്താ അതിന്റെ അർത്ഥം? മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഏലിയ ഒരുപക്ഷെ യോർദാൻ വിഭജിച്ചയാളായേക്കാം, മോശ ചെങ്കടലിൽ വഴി തുറന്നയാളായേക്കാം, ഏലിയാവ് മരിച്ചവരെ ഉയർപ്പിച്ചവനായേക്കാം. അതൊക്കെ തമ്പുരാൻ കൊടുത്ത കൃപ കൊണ്ട് ചെയ്തതാ, സ്വന്തം കഴിവിൽ ചെയ്തതല്ല. അവർ ദൈവമായതുകൊണ്ട് ചെയ്തതല്ല, അവർക്കൊരു ദൈവം ഉള്ളത് കൊണ്ട് ചെയ്തതാ. ആ വാചകം മനസ്സിലായോ ദൈവമക്കൾക്ക്? അവരിൽ ദൈവത്വം ഉള്ളത് കൊണ്ട് ചെയ്തതല്ല, അവർക്കൊരു ദൈവം ഉള്ളത് കൊണ്ട് ചെയ്തതാ. സ്വന്തം യേശുവിനെ മാത്രം കണ്ടു. സ്വർഗം ഇങ്ങനെ ഉപസംഹരിച്ചു ആ യോഗം. എന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ഇവർക്ക് ചെവി കൊടുപ്പീനെന്നല്ല എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിച്ചവരുണ്ടായേക്കാം, ചെങ്കടലിൽ വഴി തുറന്നവരുണ്ടായേക്കാം. എന്നാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഒരൊറ്റ രക്ഷകരെ ഉലകത്തിലുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവും ഇല്ലെന്ന് സ്വർഗം പോലും ആ ഉയർന്ന മലയിൽ പരസ്യമായി തെളിയിച്ചെങ്കിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഉപവാസം, നമ്മുടെ കൺവെൻഷന്റെ പ്രഥമ രാത്രി മുതൽ സ്വർഗം ഈ യോഗത്തെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥ രക്ഷകനിലേക്കും രക്ഷാമാർഗത്തിലേക്കും ജനത്തെ കർത്താവ് നടത്താൻ പോകുന്നു. ഒരു വലിയ ദൈവിക ഇടപെടൽ ദൈവം ഈ ദേശത്ത് അയച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. റോമാ ഗവൺമെന്റിന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ അർദ്ധരാത്രിയിൽ ഉറക്കെ അലറി ചോദിച്ചു, യജമാനനെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ് ഒന്നും ആലോചിച്ചില്ല. കാരണം പൗലോസിനെ ആലോചിക്കേണ്ടതില്ല. പൗലോസിനെ രക്ഷിച്ചത് യഹൂദ മതമല്ല, യഹൂദ പാരമ്പര്യമല്ല, യഹൂദ ചടങ്ങുകളല്ല. പൗലോസിനെ രക്ഷിച്ചത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് നേരിട്ടിറങ്ങി നിന്ന് വന്ന് രക്ഷിച്ചു രക്ഷകനെ പൗലോസ് അവിടെ ഉയർത്തി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ദൈവവചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്രിയ ചെയ്ത് ദേശത്തൊരു വലിയ ചലനം ഈ രാത്രി ഇപ്പോൾ തന്നെ ദൈവാത്മാവ് അയക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ആരും മൗനമായിരിക്കാതെ പോരാ 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 പോരാ, ദൈവമക്കൾ അതിനെ ചലിപ്പിച്ചു തുടങ്ങട്ടെ. അവൻ തോന്നിയാമല ദേശത്തെ മണൽത്തരികൾ വരെ അറിയട്ടെ, രക്ഷകൻ ഒന്നേ ഉള്ളെന്ന്, രക്ഷാമാർഗം ഒന്നേ ഉള്ളെന്ന്. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. കൃപ പ്രാപിച്ച ദൈവമക്കൾ അതരങ്ങൾ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകളിൽ ഈ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. രക്ഷയ്ക്കായി അരഞ്ഞു തിരിയുന്ന കുടുംബങ്ങൾ, ആത്മാക്കൾ ഈ 2009 ഡിസംബർ 31 മുൻപ് യഥാർത്ഥ രക്ഷകൻ